നമസ്കാരം. നേത്യാസ് മാജിക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു ഓണം സ്പെഷ്യൽ റെസിപ്പിയാണ് ചെയ്യുന്നത്. ഓലനാണ് കേട്ടോ നമ്മൾ തയ്യാറാക്കുന്നത്. നമ്മളുടെ സദ്യക്കൊക്കെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഐറ്റമാണ് ഓലൻ എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഓലൻ നമ്മളുടെ സദ്യക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ വരും. അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും സെലക്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് പോകാം വീഡിയോയിലേക്ക്. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടുന്നത് വൻപയറാണ്. ഞാനിവിടെ 1 കപ്പാണ് വൻപയർ എടുത്തിരിക്കുന്നത്. നമ്മളുടെ റെഡ് കളറിലുള്ള പയറുണ്ടല്ലോ അത്. അപ്പോൾ ഇത് തലേന്ന് ഞാൻ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതാകുമ്പോൾ കുക്ക് ചെയ്തെടുക്കാൻ വളരെ ഈസി ആയിരിക്കും. അപ്പോൾ തലേന്ന് തന്നെ നമ്മളിത് സോക്ക് ചെയ്ത് വെക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇത് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു കുക്കറിലേക്ക് ഇട്ടിട്ടാണ് കുക്ക് ചെയ്യുന്നത്. നമ്മളുടെ മൺചട്ടിയിൽ ഇത് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും. എന്നാലും നമ്മളിപ്പോൾ സദ്യയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് സമയം കുറവായിരിക്കുമല്ലോ. അപ്പോൾ പെട്ടെന്നാവാനായിട്ട് നമുക്ക് കുക്കറിൽ തന്നെ ഇത് ചെയ്തെടുക്കാം. അപ്പോൾ ആവശ്യത്തിന് വെള്ളവും അതുപോലെ തന്നെ കുറച്ച് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ വിസിലിൻ്റെ കണക്കൊന്നും പറയുന്നില്ല. അത് നമ്മളുടെ കുക്കറിനനുസരിച്ച് നമ്മളുടെ ഫ്ലെയിമിനനുസരിച്ചൊക്കെ വ്യത്യാസം വരും. അപ്പോൾ നമുക്കറിയാമല്ലോ പയർ വേവാനായിട്ട് ആവശ്യത്തിന് വിസിലടിച്ചിട്ട് നന്നായിട്ടൊന്ന് കുക്ക്. അപ്പോൾ വെന്തുടഞ്ഞ് പോകണ്ട, ഒന്ന് കുക്കായി കിട്ടിയാൽ മതി. ഒരുപാടങ്ങ് വെന്ത് ഉടഞ്ഞു പോകേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഈ പയർ നമുക്ക് ആദ്യം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യം കുമ്പളങ്ങയാണ്. അപ്പോൾ ഞാനിവിടെ ഈ ഒരു കുമ്പളങ്ങയുടെ ഫുൾ എടുക്കുന്നില്ല കേട്ടോ, ഒരു പകുതി കുറച്ചുകൂടി ആണ് ഞാൻ ഈ ഒരു കറിക്കായിട്ട് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ എത്രത്തോളം കുമ്പളങ്ങ എടുക്കുന്നോ അതിനനുസരിച്ചിട്ട് നമ്മൾ പയറിൻ്റെ ക്വാണ്ടിറ്റിയിൽ മാറ്റം വരുത്തുക. അപ്പോൾ ഇതിൻ്റെ സ്കിന്നൊക്കെ കളഞ്ഞ് അതുപോലെ തന്നെ അകത്ത് ആ കുരു അതൊക്കെ കളഞ്ഞ് നമുക്ക് നന്നായി ഒന്ന് ക്ലീൻ ചെയ്ത് ഇതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ ദാ കുമ്പളങ്ങയൊക്കെ ഇവിടെ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ ഇതുപോലെ നീളത്തിൽ വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ ഒരുപാട് കനം കൂട്ടി കട്ട് ചെയ്തെടുക്കരുത് കേട്ടോ, കുറച്ച് കനം കുറച്ച് നല്ല നീളത്തിൽ വേണം നമ്മളിത് കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ കുമ്പളങ്ങ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാനിലേക്ക് നമ്മളിപ്പോൾ കുക്ക് ചെയ്തെടുത്ത ആ ഒരു പയറുണ്ടല്ലോ അത് ഇതിലേക്ക് മാറ്റാം. നമുക്ക് വേണമെങ്കിൽ കുക്കറിൽ തന്നെ ഇത് ഫുള്ള് ചെയ്തെടുക്കാം കേട്ടോ. പക്ഷേ കുക്കറിൽ ചെയ്യുമ്പോൾ എനിക്കിത് വീഡിയോ എടുക്കുമ്പോൾ കറക്റ്റ് കിട്ടില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ മറ്റൊരു പാനിലേക്ക് മാറ്റിയത്. അപ്പോൾ പയറിൽ അത്യാവശ്യം വെള്ളം ബാക്കിയുണ്ട്. അപ്പോൾ അതുകൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ കുമ്പളങ്ങയുടെ പീസസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരുപാട് വെള്ളം ഉണ്ടെങ്കിൽ കുറച്ച് വെള്ളം മാറ്റിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ, ഒരുപാട് വെള്ളം ആവണ്ട. പിന്നെ ഞാനിവിടെ ഒരു 4 പച്ചമുളക് വട്ടത്തിൽ കട്ട് ചെയ്തതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പച്ചമുളകിൻ്റെയൊക്കെ ക്വാണ്ടിറ്റി നമുക്ക് വേണ്ടുന്ന എരിവിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം കേട്ടോ. കാരണം ഇതിൽ നമ്മൾ മുളക് പൊടിയൊന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഈ പച്ചമുളകിൻ്റെ എരിവാണ് നമുക്കതിന് കിട്ടുന്നത്. അപ്പോൾ ഒരുപാട് അധികം എരിവ് ഉണ്ടാകില്ലല്ലോ. അപ്പോൾ ഒരു 3-4 പച്ചമുളക് നമ്മൾ മാക്സിമം ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ആവശ്യം തേങ്ങാപ്പാലാണ്. അപ്പോൾ തേങ്ങയുടെ 2ാം പാലാണ് ആദ്യം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ 1 തേങ്ങയുടെയാണ് പാലെടുത്തിരിക്കുന്നത്. ഏകദേശം ഇതിപ്പോൾ 1 കപ്പുണ്ട് കേട്ടോ 2ാം പാല്. അപ്പോൾ ഞാനിത് മിക്സിയിലൊന്ന് അടിച്ചിട്ടാണ് പിഴിഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പം 2ാം പാല് ചേർത്തിട്ട് ഈ 2ാം പാലിൽ കിടന്നാണ് നമ്മളുടെ ഈ ഒരു കുമ്പളങ്ങയും പയറും ഒക്കെ ഒന്ന് കുക്കായി വരുന്നത്. പയർ നമ്മൾ ഓൾറെഡി കുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കുമ്പളങ്ങ ഒന്ന് കുക്കായി വരണം. അപ്പോൾ ഈ ഒരു തേങ്ങാപ്പാലിൽ കിടന്ന് അത് കുക്കായി കിട്ടും. അപ്പോൾ നമ്മളുടെ കയ്യിൽ കുറച്ചധികമൊക്കെ തേങ്ങാപ്പാലുണ്ടെങ്കിൽ പയർ വേണമെങ്കിൽ നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി സ്വാദ് കൂടും നമ്മളുടെ കറിക്ക്. അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് കുക്കായി വരട്ടെ, ആ കുമ്പളങ്ങ ഒന്ന് കുക്കായി വരട്ടെ. അപ്പോൾ ഇത് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യണം കേട്ടോ. അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്താൽ നമ്മൾ തേങ്ങാപ്പാൽ ചേർത്തതുകൊണ്ട് പിന്നെ നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അത് ഒരു എന്താ പറയുക, പാലൊക്കെ പിരിഞ്ഞ് പോവില്ലേ, അങ്ങനെ ഒരു ടെക്സ്ചറാകും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമുക്കിത് തുറന്ന് വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്യുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളുടെ കറി ചെറുതായിട്ടൊന്ന് തിളച്ച് വരാൻ തുടങ്ങുമ്പോഴേക്കും ഇതിലേക്ക് 2 തണ്ട് നല്ല ഫ്രഷ് കറിവേപ്പില കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ കൂടുതൽ മസാലയൊന്നും യൂസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഈ കറിവേപ്പിലയുടെയും അതുപോലെ തന്നെ ആ പച്ചമുളകിൻ്റെയൊക്കെ ടേസ്റ്റാണ് മുന്നിട്ട് നിൽക്കുന്നത്. അപ്പോൾ 2 തണ്ട് കറിവേപ്പിലയൊക്കെ നമുക്ക് ആവശ്യം പോലെ ചേർത്ത് കൊടുക്കാം ഈ ഒരു കറിക്ക്. അപ്പോൾ ഇത് കുമ്പളങ്ങി ഇനി കുക്കായി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ
കുമ്പളങ്ങയൊക്കെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. കുമ്പളങ്ങ കുക്കായി വരുമ്പോൾ അതൊന്ന് ട്രാൻസ്പെറൻ്റ് ആയി വരാൻ തുടങ്ങും. അപ്പോൾ ചെറുതായിട്ടൊന്ന് ട്രാൻസ്പെറൻ്റ് ആയി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ദാ കുമ്പളങ്ങയൊക്കെ ഇവിടെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. നല്ല പോലെ അത് ട്രാൻസ്പെറൻ്റ് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് നമുക്ക് ഉടച്ച് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഒരുപാട് നമ്മൾ ഉടച്ച് ചേർക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ഉടച്ച് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർക്കാം കേട്ടോ. അപ്പം നമ്മൾ ഓൾറെഡി പയർ കുക്ക് ചെയ്ത ടൈമിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഈ ഒരു ടൈമിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് തേങ്ങയുടെ 1-ാം പാലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു നേരത്തെ ഒരു തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്, അതിൻ്റെ 2-ാം പാലാണ് നമ്മൾ നേരത്തെ ചേർത്തത്. അപ്പോൾ അതിൻ്റെ 1-ാം പാൽ ഏകദേശം ഒരു 1/2 കപ്പോളം ഉണ്ടാകും. അപ്പോൾ അതുകൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് വെള്ളമൊന്നും ചേർക്കാതെ നമ്മൾ പിഴിഞ്ഞെടുത്ത നല്ല കട്ടിപ്പാലാണ് കേട്ടോ. അപ്പോൾ അതുകൂടി നമുക്ക് ഒരു 1/2 കപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇനി ഇത് നമ്മൾ ഒരുപാട് ഇട്ട് തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. 1-ാം പാൽ ചേർത്ത് കഴിഞ്ഞാൽ കൂടുതൽ നമ്മൾ കുക്ക് ചെയ്യരുത്. ജസ്റ്റ് അതൊന്ന് തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ചുകൂടി കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പിലേക്ക് എത്രത്തോളം ചേർത്ത് കൊടുക്കാമോ അത്രത്തോളം നമ്മളുടെ ഈ ഒരു കറി നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും. അപ്പോൾ കുറച്ചുകൂടി കറിവേപ്പില ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് തിളയ്ക്കാൻ തുടങ്ങുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ അതാ കണ്ടോ, ചെറുതായിട്ടൊന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിന് ശേഷം ഇത് നമുക്ക് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ചിട്ട് എടുക്കുന്നതാണ് കേട്ടോ നല്ലത്. നമ്മൾ ഓലനൊക്കെ തയ്യാറാക്കിയിട്ട് അപ്പോഴേ നമ്മളെടുത്ത് വിളമ്പുന്നതിന് പകരം അതൊന്ന് തയ്യാറാക്കി വെച്ചിട്ട് കുറഞ്ഞതൊരു 1/2 മണിക്കൂറെങ്കിലും ഒന്ന് അടച്ച് വെച്ചിരിക്കുക. അതിന് ശേഷം നമ്മൾ സെർവ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ആ ഒരു ടേസ്റ്റും ആ ഒരു എന്താ പറയുക ആ ഒരു ടെക്സ്ചറും ഒക്കെ കിട്ടുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് അടച്ചു വയ്ക്കാം. അതിന് ശേഷം കുറച്ച് കഴിയുമ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതൊന്നുകൂടി ഒന്ന് കുറുകി നന്നായിട്ട് ആ തേങ്ങാപ്പാലൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കും. അപ്പോൾ നമ്മളുടെ ഓലൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഇപ്പോൾ നല്ലതുപോലെ ഒന്നുകൂടി ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനാണ് നമ്മൾ കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കാൻ പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഒപ്പം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. കൂട്ടത്തിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് റെസിപ്പീസ്, സദ്യ റിലേറ്റഡ് ആയിട്ടുള്ള റെസിപ്പീസ് ഞാൻ ഇതിനു മുമ്പും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാനൊരു പ്ലേലിസ്റ്റ് ആക്കിയിട്ടിട്ട് സദ്യ റെസിപ്പീസ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലേലിസ്റ്റ് ആക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ മുകളിൽ ഐ ബട്ടണിലും ഒക്കെ കൊടുക്കാം. പറ്റുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കയറി കണ്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു, ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.